കല്യാണിയെ അമ്മ സന്ധ്യ മുമ്പും ഉപദ്രവിച്ചിരുന്നുവെന്ന് തിരുവാണിയൂർ പഞ്ചായത്ത് അംഗം ബീന പറഞ്ഞു. കുട്ടിയെ മറ്റാരും അധികമായി ലാളിക്കുന്നത് സന്ധ്യ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സന്ധ്യയും ഭർത്താവ് സുഭാഷും തമ്മിൽ കാര്യമായ കുടുംബ പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്നും തിരുവാണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CR പ്രകാശും പഞ്ചായത്ത് അംഗം ബീന ജോസും ജനം TVയോട് വ്യക്തമാക്കി. കല്യാണിയുടെ അച്ഛൻ സുഭാഷിൻ്റെ വീടിരിക്കുന്ന തിരുവാണിയൂർ പ്രദേശത്ത് തിരുവാണിയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രകാശ്, അതുപോലെ തന്നെ വാർഡംഗമായ ബീന എന്നിവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള നടപടികൾ കാര്യങ്ങളൊക്കെ തീരുമാനം? ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ബോഡി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പോലീസും സർക്കാരും മറ്റ് സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞാൽ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പൊതുദർശനം അവരുടെ വീട്ടിൽ വെച്ചാണ്. അതിനുശേഷം ഒരു 4 മണിയോട് കൂടി മറ്റേ ഫ്യൂണറൽ എന്നുള്ള നിലയ്ക്കാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. മെമ്പർ ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വീട്ടുകാർ പറയുമ്പം, പ്രത്യേകിച്ച് സന്ധ്യയുടെ വീട്ടുകാർ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടിരുന്നോ? അല്ല, ഞാൻ ഒരു സന്ധ്യ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ വീട്ടുകാരോട് പറയാണ്ട് വിട്ടിട്ട് പോണ പരിപാടി ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു അച്ഛൻ ചേട്ടനിയന്മാർ 3 പേരാണ്. അച്ഛൻ്റെ അനിയന്മാരും പിന്നെ ചേച്ചിയാണെങ്കിൽ തൊഴിലുറപ്പിനുമാണ് അവരുടെ അമ്മ. അപ്പോൾ പിന്നെ അവൾ തന്നെ കൊച്ചുങ്ങളെയും കൊണ്ട് പോകും, തിരിച്ചു പോരും. ഒരു 2-3 മാസം മുമ്പ് ഇതുപോലെ തന്നെ അവൾ കൊച്ചുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് അന്ന് ടോർച്ചിനടിക്കുക അതാണ്ടൊക്കെ ചെയ്തു എന്ന് പറയണു. അപ്പോൾ അന്നേരം അമ്മ അതുകൊണ്ട് കൊച്ചുങ്ങൾ തിരിച്ചു കൊടുക്കൊണ്ടാക്കി കൊച്ചുങ്ങൾ പേടിച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവരമ്മയായിട്ട് ബന്ധപ്പെട്ട് അച്ഛനോടും അമ്മോടൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് വിഷയം ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താണേലും അവളിങ്ങോട്ട് വരാനൊരുങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, കൗൺസിലിംഗ് കഴിയാണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവളൊരു ദിവസത്തോടെ വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷിനെയും സന്ധ്യേനെയും പിന്നെ അവരുടെ അമ്മേനെയൊക്കെ കൂടെ വിട്ടിട്ട് നമ്മൾ കൗൺസിലിംഗ് നടത്തിയായിരുന്നു. കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവരോട് വന്നു, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇവിടെ ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു 4 കാലം നിങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുഴപ്പമില്ലാതിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവള് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടാക്കി. കൊച്ചുങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെ കാണുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ്റെ പേർക്ക് ഇവളുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു വേണ്ട, അവളോട് തന്നെ നിന്നോട്ടേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. സുഭാഷ് പറഞ്ഞു. അപ്പോൾ പിന്നെ അനിയന്മാരും സുഭാഷിന് നിർത്താൻ താല്പര്യമാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് അനിയന്മാരും അമ്മയൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ നിന്നോട്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. അപ്പോൾ അവരുടെ അച്ഛൻ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരു സർജറി കഴിഞ്ഞ് വെന്റിലേറ്ററില്ല. അപ്പോൾ അവരൊക്കെ അവിടെയാണ്. അപ്പോൾ സുഭാഷ് ഇന്നലെ ESAയിൽ പോയി അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കി കൊണ്ടുവന്നപ്പോൾ രണ്ടാമത്തെ അനിയൻ അപ്പോൾ പണിക്ക് പോകാതിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അമ്പലമുകളിൽ റിഫൈനറിയിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ വൈകുന്നേരം 6 മണിയായി വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ചേച്ചീനെയും കാണാനില്ല, കൊച്ചിനെയും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്താണ്ട് കുക്കറോ അങ്ങനെ എന്താണ്ട് ശരിയാക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൃപ്പൂണിത്തുറ പോയതായിരിക്കും, ഒരു ബ്ലോക്കൊക്കെ കിട്ടി ബസ് കിട്ടാൻ വൈകിയതായിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരെ കോലഞ്ചേരിയിട്ട് വിളിച്ചു ഇവർ അമ്മേനെ. അവിടെ ചെന്നിട്ടില്ല. പിന്നെ അപ്പോൾ അവക്കടെ വീട്ടിൽ ആലുവയിലുള്ള വീട്ടിലേക്ക് വിളിച്ചു, അവിടെയും ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു 6:30 ആയിട്ടും കാണാണ്ടായപ്പോൾ അനിയൻ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു, പരാതി കൊടുക്കാം, പോലീസ് പുത്തൻകുച്ചിൽ. അപ്പോൾ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞു അവൾ വീട്ടിൽ ചെന്നിട്ടുണ്ട്, കൊച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ അവക്കടെ വീട്ടിൽ അമ്മേനെ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവൾ ഞങ്ങളോട് ചൂടാവുകയാണ്, കൊച്ചിനെ എന്താ കാണിച്ചതെന്നുള്ളത് ഞങ്ങളോട് പറയണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും, സന്ധ്യയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സന്ധ്യ കൊച്ചെവിടെയാണെന്ന് പറയാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. സന്ധ്യ ഒന്ന് പറ, കല്യാണിനെ നമുക്ക് വേണ്ടേ, കൊച്ചിനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആലുവ വരെ എൻ്റെ കൂടെ കൊച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു അനിയൻ. അപ്പോൾ അവനോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പോലീസുകാരെല്ലാവരും കൂടി നേരിട്ട് ആലുവയിലേക്ക് പോയി പരിശോധന നടത്തിയത്. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ സന്ധ്യക്കുള്ളതായിട്ട് അപ്പോഴെങ്കിലും അങ്ങനെയൊന്നും ഇതുവരെയായിട്ടും ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. സാധാരണഗതിയിലുണ്ടാകുന്ന ഒരു സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും, അതാണ് ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ കൗൺസിലിംഗ്, ഇപ്പോൾ മെമ്പർ പറഞ്ഞ പോലെ കൗൺസിലിംഗ് സംബന്ധിച്ചൊക്കെ നടത്തിയപ്പോഴൊന്നും ഈ കുട്ടിക്ക് അങ്ങനെ മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ ഒരു പക്വതക്കുറവ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കുട്ടികളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികളെ മറ്റുള്ളവർ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളത്, അമ്മയേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ എന്നാൽ കുട്ടിയെ അല്ലെങ്കിൽ ഒരു പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തന്നെ ജീവൻ കൊടുക്കുകയോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് ചെയ്യേണ്ടത്. ഈ കുട്ടിയാണ് ഈ ഇവരുടെ ഒരു പ്രശ്നമായി തോന്നിയത്, അതായിരിക്കണം അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
പെൺകുട്ടിയോട് അത്രയും വിഷയമല്ലേ, കല്യാണിയോടാണ്. കല്യാണി അച്ഛന്മാർ അനിയൻ്റെ കൂടെമാർ എല്ലായിടത്തും പോകും, എല്ലാം മേടിച്ചു കൊടുക്കും. എന്നുവെച്ചാൽ ഇവരുടെ കുടുംബത്തിലൊരു പെങ്കൊച്ചുണ്ടായപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഏരിയയിലുള്ള എല്ലാവർക്കും ആ കൊച്ചിനെ അതുപോലെ പൊന്നുപോലെ കൊണ്ടു നടക്കണം ഉച്ചയ്ക്ക്. അപ്പോൾ ഇവൾ എന്നോട് പറയാറുണ്ട്, കൊച്ചുങ്ങൾ അവിടെ ഇരിക്കുള്ളൂ, എൻ്റെ ഇടയ്ക്കായിട്ട് അങ്ങനെ വന്നിരിക്കില്ല എന്ന് വെച്ചാൽ അതുപോലെ ഇവർ സ്നേഹിച്ച് കൊണ്ടുകിടന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ഒരു എന്തോ പെട്ടെന്ന് അങ്ങ് പോയതായിരിക്കും, ആരും വീട്ടിലില്ലാത്ത സമയം നോക്കി അങ്ങ് പോയതായിരിക്കും. സന്ധ്യ നേരത്തെയും കുട്ടികളെ ഇതുപോലെ ഉപദ്രവിച്ചു, പ്രത്യേകിച്ച് കല്യാണിയെ, അതായത് മറ്റാരും കല്യാണിയെ അധികമായി സ്നേഹിക്കുന്നതോ ലാളിക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടമല്ലാത്തൊരു പ്രകൃതമായിരുന്നു സന്ധ്യയ്ക്ക് എന്നത് തന്നെയാണ് ഇവരെല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെയായാലും ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ക്യാമറമാൻ സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.